ഞങ്ങളൊരു കുഞ്ഞ് വ്ളോഗായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ അത്തമായതുകൊണ്ട് തന്നെ പൂത്തറ ഇടാനും പൂ പറിക്കാനും ഒക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടുവഴിയിലൂടെയൊക്കെ നടക്കാമെന്ന് പറയുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ ആസ്വദിച്ച് അവസാനം വീടെത്തിയത് അറിഞ്ഞില്ല. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ വീട്ടിലേക്കൊന്ന് കയറി നോക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ളത്. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അച്ഛമ്മയും മക്കളും കൂടി പൂത്തറയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ആരും കണ്ടില്ല. അപ്പം ഞാൻ നേരെ ഹർഷയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അമ്മായിമ്മയും മരുമോളും കൂടി പൂത്തറ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിള്ളേർ ഹെൽപ്പിങ്ങിനുണ്ട്. നമ്മുടെ അമ്പുടും അവിടെ ഒരു വടിയൊക്കെ ആയിട്ട് കാവൽ നിൽക്കുന്നുണ്ട്. നല്ല തകൃതിയായിട്ട് പൂത്തറ ഉണ്ടാക്കുന്ന തിരക്കിലാണ് രണ്ടുപേരും. അപ്പം ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ അവരുടെ പൂത്തറയിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൂ പറിക്കാനായിട്ട് പോവാണ്. അത്തപ്പൂക്കളാണെങ്കിലും ഓണപ്പൂക്കളാണെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് തുമ്പ തന്നെയാണല്ലേ. അപ്പോൾ ഞങ്ങളത് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു പള്ളിത്തൊടിയുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. മക്കളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഈ സന്ധ്യാസമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ശ്മശാനം കാര്യങ്ങളും സെമിത്തേരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം ആയതുകൊണ്ട് പിള്ളേരെ ഞങ്ങൾ കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇതാണ് ആ പള്ളിയുടെ ഒരു കോമ്പൗണ്ട് കേട്ടോ. ഈ തൊടിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഒരുപാട് ഔഷധ സസ്യങ്ങളാണെങ്കിലും നമ്മൾ കർക്കിടകത്തിൽ വയ്ക്കുന്ന പത്തിലകളാണെങ്കിലും ഒക്കെ നമ്മൾ ഇവിടെ പോയിട്ടാണ് പറിച്ചിട്ട് വരാറ്. അപ്പോൾ തുമ്പ തപ്പി ഇറങ്ങിയതാണ്. നമുക്ക് നോക്കാം, കിട്ടുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞ് അവസാനം നമ്മളിവിടെ തുമ്പ കണ്ടുപിടിച്ചു ഗൈസ്. ഈ തൊടി മുഴുവൻ പുല്ലായതുകൊണ്ട് തന്നെ നമ്മൾ അതിനിടയിൽ നിന്നാണ് തുമ്പേനെ കണ്ടുപിടിച്ചത് കേട്ടോ. ഒരുപാടൊന്നും കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. എന്നാലും നമുക്ക് തുമ്പയായല്ലോ, നമ്മുടെ പൂക്കളത്തിലിടുന്ന തുമ്പ വേണമല്ലോ. എനിക്കിതുപോലെ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇവിടെ തുമ്പ ഇനിയും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടേക്കോ തൊടിയിലൊക്കെ കയറിയിട്ട് തുമ്പ പറിക്കുന്നുമുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ കിട്ടിയ കുറച്ച് തുമ്പയായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം കുറച്ചുകൂടി സന്ധ്യ ആവാറായി, വിളക്ക് വയ്ക്കാനൊക്കെ സമയമായി. അപ്പോൾ നാളേക്ക് പൂക്കളത്തിലിടാൻ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി പിറ്റേ ദിവസം വൈകിട്ടൊന്ന് പറിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട്